എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ നല്ല മഴയായിരുന്നു. ആ മഴയൊക്കെ മാറി ഇപ്പോൾ വെയിലായി. പക്ഷെ ഞാൻ മഴയത്തെടുത്ത വീഡിയോയാണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ഞാൻ വീഡിയോ ഇട്ടേക്കാന്ന് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ കൊടുത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ സാഹചര്യം. എല്ലാ വീഡിയോയിലും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. കൊച്ചുണ്ട്, വീട്ടിലെ പണിയുണ്ട്, അതൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല. കാരണം നമ്മൾ ഷോർട്സിന് വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ എൽസുവിൻ്റെ പാട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ പാട്ട് അവൾ നിർത്താണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഇപ്പം ഈ ബക്കറ്റിൽ വെള്ളമൊക്കെ എടുക്കുന്നത് എന്തിനാണെന്നോ, നമ്മുടെ അടുക്കളയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നന്നായിട്ട് അഴുക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതായത് ഈ വെള്ളം വീഴുമ്പോൾ ആ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണുണ്ട് അവിടെ, അതിൽ നിന്ന് ഇങ്ങനെ തെറിച്ചിട്ട് ഇവിടെ വീഴും. അതേപോലെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് മണ്ണ് തെറിച്ച് ഇങ്ങടേക്ക് വീഴും. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ ഞാൻ അവിടെ നിന്നെടുത്ത് പയ്യെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് അവിടെ അങ്ങ് കഴുകി തുടച്ചിട്ടതാണ്. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ബക്കറ്റ് വയ്ക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ അല്ലറ ചില്ലറ സംഗതികളൊക്കെ വീഴും. അപ്പോൾ നമുക്കിന്ന് മീൻ കറി വെക്കണം. മീൻ ഒരു നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വെക്കില്ലേടാ, മീൻ ബീര എന്ന് പറയുന്നൊരു കറി, കറിയല്ല ഒരു അത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ, അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ ഈ ഷോർട്സ് കണ്ടുപോകുമ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് മാത്രമേ കൊടുക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഒരു നമ്മൾ ശരിക്കും പറഞ്ഞ ചാനലിൻ്റെ ഹോം പേജ് നമ്മൾ എടുത്തിട്ട് ചാനൽ എടുത്തിട്ട് നമ്മൾ സബ്സ്ക്രൈബ് കൊടുത്തിട്ട് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുക്കണം. നമ്മൾ ഷോർട്സ് വരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സബ്സ്ക്രൈബ് എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് ഒന്ന് ഓണാക്കി ഇട്ടേക്ക് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കിക്കോ. അപ്പോൾ തേങ്ങാക്കൊത്ത് എങ്ങനെ കൊത്തുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ട് ക്ലിയർ ആയില്ലെന്നൊന്ന് 2 പേര് പറഞ്ഞു. അതാ ഇങ്ങനെ ചേർത്തങ്ങ് വെച്ചിട്ട് അമർത്തി അങ്ങ് കൊടുക്കുക. ഇവിടെ എൽസുവിന് 6 മാസം കഴിഞ്ഞൊരു 7 മാസം പകുതി അങ്ങടായപ്പോഴത്തേനും ഇവിടെ വായിൽ ചെറുതായിട്ടൊരു ബ്ലേഡ് പോലെ മൂർച്ചയിൽ ഒരു കുഞ്ഞ് പല്ലങ്ങ് വന്നു. അത് പയ്യെ പൊട്ടി അങ്ങ് വന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പല്ലും വന്നു. ആ പല്ല് വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ചേച്ചിയും ചേട്ടയും കൂടി പല്ല് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴും താടിക്കിട്ട് ഇങ്ങനെ വലിക്കും. അവൾക്കാണെങ്കിൽ അങ്ങനെ തൊടുന്നതിലും വലിയ ദേഷ്യം വേറെ ഇല്ല. അവൾ അങ്ങ് അലറാൻ തുടങ്ങും. പല്ലൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റാണ് കാണാനായിട്ട്. കണ്ടോ, ഇവൾക്ക് ദേഷ്യം വരും. ഇവള് ഇങ്ങനെ അങ്ങ് വരും. ഇതിപ്പോൾ വീഡിയോ ഓണാക്കി വെച്ചേക്കണുണ്ട്, ലൈറ്റൊക്കെ ഓണായിരിക്കണുണ്ട്. അലറാത്തത് അല്ലെങ്കിൽ അവൾ അലറും. രസം ആ അലർച്ച ദേഷ്യമൊക്കെ കാണാനായിട്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ അവിടെ ശരിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മീൻ പീര വെച്ചപ്പോൾ എനിക്കൊരു മണ്ടത്തരം പറ്റി. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കണേ. 10 പ്രാവശ്യവും നമ്മൾ വെച്ച ശേഷം 11ാമത്തെ പ്രാവശ്യം മണ്ടത്തരം പറ്റുമ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയായിരുന്നു. അതിൽ പുളി ഇടാൻ മറന്നുപോയി, ഇട്ടു ലാസ്റ്റാണ് ഇട്ടത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞളും ഉപ്പും പച്ചമുളകും ഒക്കെ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒപ്പം പുളി ഇട്ട് നമ്മൾ വേവിക്കണം. കുറച്ച് കൈവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിടുന്നത്. സവാള ഇടുന്നവരുണ്ട്, പക്ഷെ സവാള ഇടുമ്പോൾ മതിരിപ്പായിരിക്കില്ലേ. ഞാൻ കഴിഞ്ഞ തവണ മീൻപീര വെച്ചപ്പോഴും എന്നോട് പറഞ്ഞു സവാള ഇടുന്നത് നല്ലതാണ്, പക്ഷെ സവാള ഇടുന്നത് മതിരിച്ചു പോവില്ലേ, അതുകൊണ്ട് സവാളയല്ല ഞാൻ ചെറിയുള്ളിയാണ് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കത്തിയൊക്കെ എങ്ങനെയുണ്ട്, കട്ടിംഗ് ബോർഡ് എങ്ങനെയുണ്ട്, വര വീഴുന്നുണ്ടോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ബലത്തിലൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വര വീഴും. കത്തി അത്യാവശ്യം നല്ലതാണ്, നമുക്ക് ഇറച്ചി മീനൊക്കെ കട്ട് ചെയ്യാനും അതേപോലെ പച്ചക്കറി കട്ട് ചെയ്യാനും അത്യാവശ്യം നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ദേവി ഓർഗനൈസർ മേടിച്ച് വെച്ചേക്കുന്നുണ്ട്, എളുപ്പമാണ്. ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്ന ഒരു ദിവസം ഒരു ഓട്ടപ്രദക്ഷിണം പോലെയാണ്. എനിക്കത് ചെയ്ത് തീർത്തില്ലെങ്കിൽ സമാധാനമാവില്ല. ചിലപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ ബാക്കി വരും. അത് രാത്രി വല്ല TV കാണുമ്പോഴോ അല്ലെങ്കിൽ കൊച്ചു ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കുമല്ലോ, അപ്പോഴൊക്കെ ഞാൻ അങ്ങ് പൊളിച്ചു വയ്ക്കും. എവിടെ നിന്ന് എത്ര സമയം കിട്ടുന്നതെന്ന്, എനിക്ക് 24 മണിക്കൂറേ ഉള്ളൂ. ഞാൻ എങ്ങനെയൊക്കെയോ സമയം ഉണ്ടാക്കുകയാണ്. ഞാൻ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് പറയാം. ഞാൻ അപ്പോഴേക്കും തേങ്ങ ഒതുക്കിയിട്ടിട്ടുണ്ട്, ജീരകവും കുരുമുളകും കൂടി ചേർത്ത് അരച്ചിട്ടാണ്, ഇച്ചിരി വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചിട്ടാണ്. ഇത്രയും ചെയ്തപ്പോഴാണ് ഞാൻ പുളി ഇട്ടില്ലല്ലോ ഈശോ എന്ന് ആലോചിച്ചത്. അങ്ങനെ വേഗം പുളി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു. പിന്നെ ഇത് കേരയല്ല, ചൂരയാണ്. അതിൻ്റെ മാംസം കുറച്ച് കറുപ്പായതുകൊണ്ടാണ്
കറുപ്പാണ്. ചൂരയുടെ മാംസം കുറച്ച് കറുപ്പാണ്. ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ, എനിക്കറിയില്ല. എനിക്ക് മീനെപ്പറ്റി ഒരു ബോധമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു 5-10 മിനിറ്റും കൂടി ആ പുളി അതിൽ കിടന്ന് വെന്ത് വന്നപ്പോഴത്തേനും ഒരുവിധം പുളി പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കുമാണ് ആ പുളിയൊക്കെ കറക്റ്റായിട്ട് അങ്ങ് പിടിച്ചത്. ശരിക്കും നമ്മളിത് വേവിക്കുമ്പോൾ പുളിയിട്ട് വേവിക്കണം, അപ്പോഴാണ് കറക്റ്റ് രുചി. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് കറക്റ്റ് എല്ലായിടത്തും പുളിയൊക്കെ ആയി നല്ല ടേസ്റ്റ് ആയത്. കുറച്ച് വേപ്പില ഇട്ടിട്ട് അവസാനം ഇതാക്കി വെച്ചിട്ടുണ്ട്. മൂടി അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി മീൻകറി വെക്കാം. മീൻകറി വെക്കാനായിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ച് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ മുളകിൽ വെക്കില്ലേ, അതേപോലെയാണ് വെക്കണത്. എനിക്കിത് തേങ്ങ അരച്ച് വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വെച്ചില്ല. കല്യാണത്തിന് മുമ്പേ എനിക്ക് തിളപ്പിച്ച കറി ഇഷ്ടമേ അല്ലായിരുന്നു. മുളകിൽ വെക്കണ കറി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ തേങ്ങ അരച്ച് വെച്ച കറി മാത്രം കൂട്ടുകയുള്ളായിരുന്നു. ഞാൻ ആലോചിക്കുക എൻ്റെ അമ്മ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. എനിക്ക് തേങ്ങ അരച്ച കറി മതി എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ അപ്പച്ചൻ്റെ തിളപ്പിച്ച കറിയാണ് ഇഷ്ടം. അമ്മയ്ക്കും അതെ, കാരണം അമ്മ പണിയെടുക്കുമ്പോൾ അമ്മ എളുപ്പത്തിനുള്ള കാര്യങ്ങളല്ലേ നോക്കുള്ളൂ. അന്നാണെങ്കിൽ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ വിറകിൽ ഊതിയിട്ടാണല്ലോ ഉണ്ടാക്കണം. എനിക്ക് തേങ്ങ അരച്ച കറി മതി. ഒന്നല്ലെങ്കിൽ ഒലക്കൊക്കെ അടിച്ചിട്ടാണ് അമ്മ വളർത്തുന്നത്. പക്ഷേ അപ്പനാണെങ്കിൽ അങ്ങനെയല്ല, എത്രത്തോളം സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത്രയും പുന്നാരിപ്പിച്ചിട്ടാണ് അപ്പം വളർത്തുന്നത്. അപ്പോൾ അപ്പം പറയും, ഇവിടെ മീൻ തിളപ്പിക്കുന്ന ദിവസം കൊച്ചിനൊരു 2 കഷ്ണം വറുത്ത് കൊടുത്തേക്കെന്ന് പറയും. +2 ആയിട്ടും എൻ്റെ അപ്പനെ ഞാൻ കൊച്ചായിരുന്നു. ഇപ്പോഴുണ്ടായിരുന്നെങ്കിലും അപ്പച്ചനെ ഞാൻ കൊച്ചാണ് ആയിരിക്കും, ഉറപ്പാണത്. കാരണം നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് ഒരാൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. ഈ ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ മഞ്ജു വാര്യർ പറയുന്നൊരു ഡയലോഗില്ലേ, നമുക്ക് നല്ലത് വന്നെന്ന് നമ്മുടെ കാരണവന്മാർ ആഗ്രഹിക്കുന്ന പോലെ ലോകത്ത് വേറൊരാൾ ആഗ്രഹിക്കില്ല. അത് വലിയൊരു സത്യമാണ് കേട്ടോ. അപ്പോഴേക്കും മീൻകറിയുടെ ഇടയ്ക്ക് തിളച്ച് വന്നു. ഞാൻ അങ്ങനെ മീൻകറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. മീൻ പീരയും അതേപോലെ തന്നെ മീൻ കറിയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി കുറച്ച് പച്ചക്കറി എന്തെങ്കിലും വേണമല്ലോ എന്ന് കരുതി ഞാൻ കടുക് പൊട്ടിച്ചു. അതിൻ്റെ പുറകെ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇപ്പോൾ ഇഷ്ടം പോലെ ഇട്ടു കേട്ടോ, നമ്മൾ പൊളിച്ചങ്ങ് വെച്ചേക്കല്ലേ. ഇട്ടിട്ട് പച്ചമുളക് വേപ്പില ഇട്ട് മഞ്ഞൾ ഉപ്പിട്ട് മൊരിയിച്ചിട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാബേജ് ഇട്ട് ഇളക്കി കൂട്ടി ഒരു ക്യാബേജ് കറി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോയിൽ ഉലർത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് മോശം വാക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ തന്നെ ഞാൻ ശരിക്കുള്ള വേർഡിലാണ് പറഞ്ഞത്. കേട്ടതിൻ്റെ ആയിരിക്കാം കേട്ടോ. ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തെറ്റുകൾ പറ്റും. അതല്ലടാ വെണ്ടയ്ക്കല്ലടാ കോവക്ക മാങ്ങയല്ലടാ തേങ്ങ അങ്ങനെ പറയും. ഞാനത് അഭിനയിച്ച് പറയണതല്ല, എനിക്ക് തെറ്റിപ്പോവും പറയുമ്പോൾ. ഞാൻ ഒന്നാമത് ഈ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൾ ഉറങ്ങുന്ന ഇടക്കൊക്കെ പോയിട്ടാണ്, അല്ലെങ്കിൽ അവളെയും കയ്യിൽ വെച്ചിട്ടാണ് വോയിസ് കൊടുക്കണത്. ഷോർട്സിനാണെങ്കിൽ വീഡിയോയ്ക്ക് കൊടുക്കാറില്ല, ഷോർട്സിന്. അപ്പോൾ പെട്ടെന്ന് പോണതാണത്. നമുക്കങ്ങനെ പറ്റിപ്പോണതാണ്, പെട്ടെന്ന് തീർക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ. അങ്ങനെ ആ മീൻ പീരയ്ക്ക് എടുത്ത പീരയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ നമ്മുടെ ഇതിനിട്ടു, ക്യാബേജിനിട്ടു. അതങ്ങ് തേങ്ങ പീരയ്ക്ക് ഇട്ട് നല്ലൊരു തോരൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ അവതരണത്തിൽ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ പറയണം, തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തിരുത്താം. കാരണം ഞാനിത് ആക്കിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്, കാണുന്നത് നിങ്ങളാണ്. അതിലെന്ത് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയും, എൻ്റെ ചാനലാണ്, എന്ത് പറയണമെന്നുള്ളത് എൻ്റെ റൈറ്റ്സാണ്. പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളത് എന്തായിട്ടാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവുള്ളൂ. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ കുറച്ച് കൂടി നന്നാക്കി ഒന്നും കൂടി പറയണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതേപോലെ ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട്, ക്യാബേജ് തോരനായിട്ടുണ്ട്, മീൻ പീര ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയി. എന്തായാലും നമ്മുടെ കോഴിയിൽ മുട്ടയിരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും കൂടി നമുക്ക് അങ്ങോട്ട് പൊരിക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ പൊരിക്കാമെന്ന് കരുതി ഞാൻ ഈ ചട്ടിയിലുണ്ടായിരുന്ന ക്യാബേജൊക്കെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ടിഷ്യൂ എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളിയാണ് കേട്ടോ ചേച്ചി, സൂപ്പർ സാധനമാണ്. ഞാൻ എന്തിനെത്ര നാളും കിച്ചൺ ടവൽ മേടിച്ച് കാശ് കളഞ്ഞതാണ് ആലോചിക്കണേ. ഇതൊരു റോളുണ്ടെങ്കിൽ നമുക്ക് കുശ നന്നായിട്ട് കഴുകി യൂസ് ചെയ്യാം കേട്ടോ. നമുക്കൊരു 10-50 വട്ടം നമുക്കിത് തിരുമ്മി കഴുകി യൂസ് ചെയ്യാം. 100 വട്ടമൊക്കെ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, ഒരു 50 വട്ടം പറ്റും, എന്തായാലും പറ്റും. 50-60 പറ്റും. അങ്ങനെ മുട്ട വറുത്തെടുത്തിട്ട് ഇനി നമുക്ക് ചോറുണ്ണാം കേട്ടോ. ഞാൻ ഇപ്പോൾ കഴിച്ചില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടില്ല. കാരണം
കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വൈകിയാണ് കഴിച്ചത്. ഈ കുക്കറിലിരുന്ന് വിസിലടിക്കുന്ന നമ്മുടെ എൽസുവിനുള്ള ക്യാരറ്റാണ് കേട്ടോ. അവൾക്ക് കുറുക്ക് മാത്രമല്ല, ഞാനിപ്പോൾ പയ്യെ ക്യാരറ്റ് കൊടുക്കുന്നുണ്ട്, പംകിൻ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം മാങ്ങ കൊടുത്തു. മാങ്ങ എന്തോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആപ്പിൾ കൊടുക്കാൻ പറഞ്ഞു. ആപ്പിൾ ഞാൻ കൊടുത്തു, അതും അങ്ങോട്ടങ്ങ് കഴിച്ചില്ല. കുറുക്ക് കഴിക്കുന്നുണ്ട്. മാങ്ങ ഒരു ദിവസം നന്നായിട്ട് കഴിച്ചു, പിറ്റേ ദിവസം കഴിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് അത് ഇച്ചിരി പുളിയുള്ള മാങ്ങ എന്തോ, അതായത് പഴുത്തത് തന്നെ പക്ഷെ ചെറിയൊരു പുളി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത് എന്തോ ആയിരുന്നു. എനിക്കും വായിലത്തിരി തോണ്ടി വെച്ചപ്പോൾ തലേ ദിവസം കൊടുത്തത്ര തന്നെ മധുരം തോന്നിയില്ല. അപ്പോൾ ഇനി ഞാൻ പപ്പായ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പയ്യെ ഇച്ചിരി ചോറ് കൊടുത്താലോ എന്നുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ജിഫിക്ക് അറിഞ്ഞൂടെ 2 മക്കളെ വളർത്തിയതല്ലേ, 5-8 മാസമായ കൊച്ചിന് എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ മറന്നു ഏടാ. അതുപോലെ നമ്മൾ ഈ റീല് കാണുമ്പോൾ ഈ ഓരോ ഇപ്പോൾ ഈ കുട്ടികളുടെ ഇത്ര ഫുഡ് കൊടുക്കുക, ഈ മാസം ഈ ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അവർക്ക് എൻ്റെ നമുക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, എൻ്റെ ജോക്കുട്ടിന് ഞാനതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. കുറുക്ക് തന്നെ അമൃതം പൊടിയും കുറുക്കും അതൊക്കെ തന്നെയാണ്. മുട്ട കൊടുക്കുക, ഞാൻ മുട്ടയൊക്കെ എപ്പോഴാണ് കൊടുത്തു തുടങ്ങി ഇവർക്ക്, കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവർക്ക് എല്ലാ ഫുഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മോള് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ശരിക്കും അങ്ങോട്ട് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും പിന്നെയും താങ്ക് യു.